പ്രൈം ടൈം ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ദുരിതം വിതച്ച് മഴ, വെള്ളത്തിലായി ജനം. പുലർച്ചയോടുകൂടി ആ കാറ്റിനും മഴയ്ക്കും എല്ലാം ഇടിഞ്ഞ് വീഴുമായിരുന്നു. സൗണ്ട് കേട്ടോണ്ട് ഞാൻ എഴുന്നേറ്റ് ഓടി വന്നു. മേളോട്ട് നോക്കുമ്പോൾ മേൽക്കൂര ഒന്നുമില്ല. കാലവർഷം കേരളത്തിലെത്താൻ മണിക്കൂറുകൾ ബാക്കിയുണ്ടെങ്കിലും സംസ്ഥാനത്ത് മഴ തിമിർത്ത് പെയ്യുകയാണ്. ഉച്ചയ്ക്ക് ശേഷം കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലും പെയ്ത തീവ്ര മഴയിൽ നഗരം മുങ്ങി. കളമശ്ശേരിയിൽ 1 മണിക്കൂറുടെ പെയ്തിറങ്ങിയത് 60 മില്ലിമീറ്റർ മഴയാണ്. വീടുകളിൽ വെള്ളം കയറിയതോടെ ഫയർഫോഴ്സ് എത്തിയാണ് ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയത്. ഇൻഫോ പാർക്ക് ഇന്നും മുങ്ങി. കൈപ്പടമുകളിലും പടമുകളിലും കാറുകൾ ഒഴുക്കിൽപ്പെട്ടു. മഴ മുന്നൊരുക്കം പാളിയതിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ഉച്ചയിൽ വെള്ളം വീഴുമ്പോഴാണോ നടപടി തുടങ്ങുന്നതെന്ന് കോടതി ചോദിച്ചു. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, വലിയ ദുരിതം, ജനങ്ങളുടെ വലിയ ദുരിതം കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടു. ഇപ്പോഴും ശക്തമായ രീതിയിൽ തന്നെ മഴ തുടരുന്ന സാഹചര്യമുണ്ടോ? നേരത്തെ രൂപപ്പെട്ട വെള്ളക്കെട്ടിന്റെ ഇപ്പോഴത്തെ നില എന്താണ് വിഷ്ണു? വിജിത്ത്, നിലവിൽ മഴ മാറി നിൽക്കുകയാണ്. വെള്ളക്കെട്ട് പലയിടങ്ങളിലും ഇപ്പോഴും തുടരുന്നുണ്ട്, ചിലയിടങ്ങളിൽ ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴും ഈ കളമശ്ശേരി, തൃക്കാക്കര, കൊച്ചിയിലെ ചില പ്രധാന ഭാഗങ്ങൾ, ഇവിടെയാണ് ഇത്തവണ പ്രതിസന്ധി കൂടുതലായി വരുന്നത്. കഴിഞ്ഞ മഴകളിലും ഇന്ന് പെയ്ത മഴകളിലും ഈ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. കളമശ്ശേരി മൂലേപ്പാടത്ത് ഏകദേശം 20-ലധികം വരുന്ന കുടുംബങ്ങളെ അവിടെ നിന്ന് ഒഴിപ്പിച്ചിരുന്നു. ഇന്നലെ 200-ലധികം വരുന്ന വീടുകളിൽ വെള്ളം കയറി. അതോടൊപ്പം തന്നെ തൃക്കാക്കരയിലെ പല മേഖലകളിലും സമാനമായ രീതിയിൽ വെള്ളം കയറി. കൊച്ചിയിലേക്ക് എത്തുകയാണെങ്കിൽ നഗരമേഖല, കരൂര്, നോർത്ത്, പാലാരിവട്ടം, അതോടൊപ്പം പനമ്പള്ളിനാർ, കടവന്ത്ര മേഖലകളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഈ മഴ മാറി നിൽക്കുമ്പോഴും വെള്ളം പുറത്തേക്ക് ഇറങ്ങി പോകുന്നില്ല എന്നുള്ളതാണ് ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി. അതിന് കാരണം ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഓടകൾ വൃത്തിയാക്കാത്തതാണ് ഈ വെള്ളം കെട്ടിക്കിടക്കുന്നതിന് കാരണം. ഒരുപാട് സമയമെടുത്താണ് ഈ വെള്ളം ഇറങ്ങിപ്പോകുന്നത്. അപ്പോഴേക്കും അടുത്ത മഴ വരും, പിന്നീട് വീണ്ടും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന കാഴ്ചയാണ് ഈ പ്രധാനപ്പെട്ട നഗരസഭകളിലും കോർപ്പറേഷൻ പരിധിയിലും എല്ലാം കാണുന്നത്. ഇന്ന് കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ജനങ്ങളെയും അതോടൊപ്പം അധികൃതരെയുമാണ് കോടതി വിമർശിച്ചത്. ഒന്ന്, മഴക്കാലപൂർവ്വ ശുചീകരണം എന്തുകൊണ്ടാണ് ഇപ്പോൾ നടത്താത്തത്, വൈകിയത് എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. ഒപ്പം ജനങ്ങൾ ഈ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിൽ ഒരു ജാഗ്രത പുലർത്തണം, അതാണ് പ്രധാനപ്പെട്ട കാരണമായി കോടതി ഉയർത്തിക്കാട്ടിയത്. ഒരു സഹകരണം ജനങ്ങളുടെ ഭാഗത്തില്ലെങ്കിൽ കൊച്ചിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാനാവില്ല എന്ന് കോടതി ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഇന്ന് കൈപ്പടമുകളിൽ ഒരു കാറ് വീണ്ടും വെള്ളത്തിൽ പോയി. ഇന്നലെ അതേ സ്ഥലത്ത് തന്നെ ഇന്നലെയും ഒരു കാറ് വെള്ളത്തിൽ പോയിരുന്നു. അപ്പോഴും അധികൃതർ മൗനം പാലിക്കുന്നു, അല്ലെങ്കിൽ ഈ കാണയും റോഡും തമ്മിലുള്ള അതിർവരം അല്ലെങ്കിൽ വേർതിരിവ് വരുത്താനുള്ള ഒരു ശ്രമം അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല, വിമർശനം ആ മേഖലയിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. ആകെ മൊത്തം ഇന്ന് 2 മണിക്കൂർ പെയ്ത മഴയിൽ കൊച്ചി പൂർണ്ണമായും വെള്ളത്തിനടിയിലാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ശരി, വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. മഴയ്ക്ക് കൊച്ചി നഗരത്തിൽ നേരിയ ശമനമുണ്ട് എന്ന് പറയാം. പക്ഷേ അപ്പോഴും പലയിടത്തും രൂപപ്പെട്ടിട്ടുള്ള വെള്ളക്കെട്ട് അത് ഇപ്പോഴും തുടരുക തന്നെയാണ്. വിഷ്ണു സുരേഷ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മഴ കനത്തതോടെ കുട്ടനാട് വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. എടത്വ, തലവടിയിലും അമ്പലപ്പുഴയിലും ശക്തമായ കാറ്റിൽ വീടുകൾ തകർന്നു. ആലപ്പുഴയിൽ ശിക്കാര വെള്ളങ്ങളുടെയും ചെറുവള്ളങ്ങളുടെയും സഞ്ചാരം നിരോധിച്ചു. അപ്പർ കുട്ടനാട്ടിൽ വീടുകളിൽ വെള്ളം കയറി. കോട്ടയം ജില്ലയിൽ വ്യാപകമായി കൃഷി നശിച്ചു. ശക്തമായ മഴയ്ക്കൊപ്പം കിഴക്കൻ വെള്ളം ഒഴുകിയെത്തിയതോടെ കുട്ടനാട്ടിലെ ജലാശയങ്ങളിൽ വെള്ളം പൊങ്ങി. മഴ തോരാതെ പെയ്താൽ ജനജീവിതം ദുസ്സഹമാകും. എടത്വ, തലവടി, പൂന്തുരുത്തിയിൽ കാഴ്ചാപരിമിതനായ മണിയുടെ വീടിന്റെ മേൽക്കൂര ശക്തമായ കാറ്റിൽ തകർന്നു. മണിക്ക് പരിക്കേറ്റു. പട്ടമന 5-ൽ ലീലാമ്മ രാമചന്ദ്രൻ, അമ്പലപ്പുഴ വടക്ക് പ്രദീപ് എന്നിവരുടെ വീടുകൾക്കും കേടുപാട്. പത്തനംതിട്ട അപ്പർ കുട്ടനാട് മേഖലയിൽ വീടുകളിലേക്കും റോഡിലേക്കും വെള്ളം കയറി. നിരണത്ത് സ്വകാര്യ വ്യക്തി അടച്ചുകെട്ടിയ തോട് പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ തുറന്നുവിട്ടു. പോലീസ് എത്തിയാണ് സ്ഥിതി ശാന്തമാക്കിയത്. കോട്ടയത്തിന്റെ മലയോരത്തുണ്ടായ ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലും മീനച്ചിലാറ്റിൽ ജലനിരപ്പുയർത്തി. തീരങ്ങളിൽ വ്യാപക കൃഷിനാശം. അയർകുന്നം, പുന്നത്തറ മേഖലയിൽ ഏക്കർ കണക്കിന് കപ്പ വെള്ളത്തിലായി. 3-4 വർഷമായിട്ട് ഈ അനുഭവം തന്നെയാണ്. ഇപ്പം എനിക്ക് തന്നെ ഒരു 10-14 ലക്ഷം രൂപയുടെ കപ്പയും വെള്ളത്തിൽ കിടക്കുക. അപ്പം ഇന്നലെ പറിച്ചു വെച്ചതാണ്, അന്നേരം വെള്ളമൊന്നുമില്ല.
അപ്പോൾ ഇതെങ്ങനെയും വിറ്റ് കാശാക്കാമെന്ന് വെച്ചാണ് ഇപ്പം ഇവരെ വിളിച്ച് ഈ വള്ളത്താലാണ് ഇപ്പം ഇവിടെ വെപ്പിച്ചത്. 5.5 ഏക്കർ മൊത്തം കൃഷി ഉണ്ടായിരുന്നു. അതിൻ്റെ 1/2 ഏക്കറിനകത്തേ പറിച്ചുള്ളൂ. ഇപ്പോൾ ബാക്കി മുഴുവൻ വെള്ളത്തിൽ കിടക്കുക. നിരവധി വീടുകളിലും വെള്ളം കയറി. 11 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 380-ലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. കോട്ടയം ബ്യൂറോയ്ക്കൊപ്പം മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ. ഉച്ച മുതൽ നിർത്താതെ പെയ്ത മഴയിൽ തലസ്ഥാനം മുങ്ങുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത്. ആമയിഴഞ്ചാൻ തോടും കിള്ളിയാറും കരകവിഞ്ഞതോടെ ചാലക്കമ്പോളമടക്കം പലയിടങ്ങളിലും വെള്ളത്തിലായി. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ, ബേക്കറി ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. താഴ്ന്ന പ്രദേശത്തുള്ളവർ വീട് വിട്ട് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. എങ്ങുമെത്താത്ത റോഡ് പണിയിൽ പൊറുതിമുട്ടിക്കഴിഞ്ഞ തലസ്ഥാന നഗരിയെ പൂർണ്ണമായും മുക്കുന്നതായിരുന്നു പേമാരി. ആമയിഴഞ്ചാൻ തോട് നിറഞ്ഞതോടെ ചാലക്കമ്പോളം മുങ്ങി. കിഴക്കേക്കോട്ടയിലും കടകളിൽ വെള്ളം കയറി. കിള്ളിയാറും കരകവിഞ്ഞതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. അമ്പലമുക്ക്, മണികണ്ഠേശ്വരം എന്നിവിടങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനു മുന്നിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. പഴവങ്ങാടി പവർ ഹൌസ് റോഡിൽ കനത്ത വെള്ളക്കെട്ടാണുണ്ടായത്. ഗൗരീശപട്ടം, കുഴിവയൽ, മുറിഞ്ഞപാലം തോട് കരകവിഞ്ഞ് റോഡിലേക്ക് വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. പാറ്റൂർ ഭഗവതി ക്ഷേത്രത്തിന് പുറകുവശം തോട് കരകവിഞ്ഞു. പട്ടം തോടും കരകവിഞ്ഞ് വീടുകളിൽ വെള്ളം കയറി. ജില്ലയിലെ മലയോര തീരദേശ പ്രദേശങ്ങളിൽ പലയിടത്തും കൃഷിനാശവും വെള്ളക്കെട്ടും രൂപപ്പെട്ടു. രാത്രിയിൽ മഴ മാറിയെങ്കിലും നാളെ കാലവർഷമെത്തുന്നതോടെ സ്ഥിതി കൂടുതൽ ഗുരുതരമാകുമെന്നാണ് വിലയിരുത്തൽ. 24 തിരുവനന്തപുരം. തൃശൂരിൽ വിവിധയിടങ്ങളിൽ മഴ തുടരുന്നു. നഗരത്തിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. അശ്വിനി ആശുപത്രിയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനം നിർത്തിവെച്ചു. രോഗികളെ മുകളിലത്തെ നിലയിലേക്ക് മാറ്റി. കഴിഞ്ഞയാഴ്ച വെള്ളം കയറിയതിനെ തുടർന്ന് ആശുപത്രിക്ക് 3 കോടി രൂപയിലധികം നാശനഷ്ടമുണ്ടായിരുന്നു. തുമ്പൂർ മൊഴിക്ക് സമീപം കൂറ്റൻ മുളങ്കൂട്ടം കടപുഴകി. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. വെള്ളം കയറിയതിനെ തുടർന്ന് തൃശൂർ തൃപ്രയാർ റൂട്ടിൽ പലയിടങ്ങളിലും ഗതാഗതം സ്തംഭിച്ചു. ഗായത്രി ബസ് സ്റ്റോപ്പ്, പുഴുവിൽ സെന്റർ, താന്യം, പെരിങ്ങോട്ടുകര, കിഴക്കേനട എന്നിവിടങ്ങളിലാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. 24 മണിക്കൂറിനുള്ളിൽ കാലവർഷം കേരളത്തിലെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ദിവസം ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻ പിടിക്കാൻ പോകുന്നതിന് വിലക്ക് തുടരും. കേരള തീരത്തു പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിച്ചു. 24 മണിക്കൂറിനുള്ളിൽ കാലവർഷം കേരളത്തിൽ എത്തിച്ചേരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. പ്രതീക്ഷിച്ചതിനേക്കാൾ 1 ദിവസം മുമ്പാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ വരവ്. കേരളത്തിലും രാജ്യത്ത് പൊതുവെയും ഇത്തവണ കാലവർഷം സാധാരണയിൽ കൂടുതലായിരിക്കുമെന്നാണ് പ്രവചനം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മലയോര മേഖലകളിലും ഇന്നു രാത്രി അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്നും നാളെയും മഴ മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. മണിക്കൂറിൽ പരമാവധി 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റു വീശാൻ സാധ്യതയുള്ളതിനാൽ തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. 24 തിരുവനന്തപുരം. നോക്കാം മഴയുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ ചുരുക്കത്തിൽ. കനത്ത മഴയിൽ ഇരുചക്ര വാഹനത്തിന്റെ പിൻസീറ്റിൽ നിന്ന് തെറിച്ചു വീണ് 60 വയസ്സുകാരി മരിച്ചു. തിരുവനന്തപുരം വിഴിഞ്ഞം മുക്കോല സ്വദേശി സുശീലയാണ് മരിച്ചത്. എറണാകുളം പട്ടിമറ്റത്ത് വീടിന് മുകളിലേക്ക് 30 അടി ഉയരമുള്ള കോൺക്രീറ്റ് മതിൽ ഇടിഞ്ഞു വീണു. വീട്ടുകാർ പുറത്തേക്ക് ഇറങ്ങി ഓടിയതിനാൽ വൻ അപകടം ഒഴിവായി. കാസർഗോഡ് കള്ളാറിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു. എലക്കുടിക്കയിൽ ജിനീഷിന്റെ വീടിന് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. ആർക്കും പരുക്കില്ല. കനത്ത മഴയെ തുടർന്ന് അംഗനവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മാറ്റിവെച്ചു. നാളെ തിരുവനന്തപുരത്ത് നിശ്ചയിച്ചിരുന്ന പരിപാടിയാണ് മാറ്റിയത്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ശക്തമായ കാറ്റിലും മഴയിലും വഞ്ചി തകർന്ന മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്ക്. ഷിബി, രമേശൻ, വൈശാഖ് എന്നിവർക്ക് അപകടത്തിൽ പരിക്കേറ്റു. വഞ്ചിയും വഞ്ചിയിലെ ഉപകരണങ്ങളും നശിച്ചു. പത്തനംതിട്ട തണ്ണിത്തോട് പാലത്തിൽ നിന്ന് താഴേക്ക് ചാടിയ യുവാവിനെ രക്ഷപ്പെടുത്തി. 1 കിലോമീറ്ററോളം ഒഴുകിപ്പോയ ശേഷമാണ് യുവാവിനെ ഫയർഫോഴ്സ് സംഘം രക്ഷിച്ചത്. കാലിന് പരിക്കേറ്റ എലിമുള്ളും പ്ലാക്കൽ സ്വദേശി അഖിലിനെ കോന്നിയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. ആ അക്കൗണ്ടിലും കോടികളും.
മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസിന് വിദേശത്തും അക്കൗണ്ടെന്ന് ബി.ജെ.പി. നേതാവ് ഷോൺ ജോർജ്. വിദേശത്തെ അക്കൗണ്ടിലേക്ക് കോടികളെത്തിയെന്നും ഇതിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ഷോൺ ഹൈക്കോടതിയിൽ ഉപഹർജി നൽകി. അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന ധനകാര്യ സ്ഥാപനത്തിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി എന്ന അക്കൗണ്ടിലേക്ക് കരിമണൽ കടത്തുമായി ബന്ധപ്പെട്ട പണമെത്തിയെന്നാണ് പ്രധാന ആരോപണം. SNC ലാവ്ലിൻ, PwC അടക്കമുള്ള കമ്പനികളും ഈ അക്കൗണ്ടിലേക്ക് പണം നൽകി. വിദേശത്തെ അക്കൗണ്ടിലെ പണമിടപാടുകൾ ആദായനികുതി റിട്ടേൺസിൽ കാണിച്ചില്ലെങ്കിൽ കർശന നടപടി വേണം. തനിക്ക് പൂർണ്ണ ബോധ്യമുള്ള കാര്യമാണ് പറയുന്നതെന്നും ആരോപണം തെറ്റെങ്കിൽ മുഖ്യമന്ത്രിക്ക് നടപടിയെടുക്കാമെന്നും ഷോൺ ജോർജ്. SNC ലാവ്ലിൻ കമ്പനിയിൽ നിന്നും പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ്, PwC ഈ കമ്പനിയിൽ നിന്നും വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഈ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഞാനിത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞ 17-ാം തീയതിയും SFIOയ്ക്ക് 27-ാം തീയതിയും ഇത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. ഇതിനിടെ വിദേശ അക്കൗണ്ട് ആരോപണം ഞെട്ടിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. അക്കൗണ്ട് സംബന്ധിച്ച കാര്യങ്ങളുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് VD സതീശൻ. ഇങ്ങനൊരു അക്കൗണ്ട് ഉണ്ടോ ഇല്ലേ എന്ന് മുഖ്യമന്ത്രി മറുപടി പറയണം. പണം വന്നിട്ടുണ്ടോ എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. ശരിയാണോ അല്ലെന്ന് അദ്ദേഹം പറയണ്ടേ? അദ്ദേഹമാണ് പറയേണ്ടത്. മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ മകളുടെ പേരിൽ അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടാവുകയും ജോയിന്റ് അക്കൗണ്ട് ഉണ്ടാവുകയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരാളുടെ ജോയിന്റ് അക്കൗണ്ട് ഉണ്ടാവുകയും അതിൽ നിന്ന് പണം വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുരുതരമായ കാര്യമാണ്. അതേസമയം CMR എക്സാലോജിക് സൊല്യൂഷൻസ് വിദേശ ഇടപാട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഉപഹർജി സമർപ്പിച്ചിട്ടുണ്ട്. EDക്കും SFIOയ്ക്കും പരാതി നൽകിയതിന് പിന്നാലെയാണിത്. 24 കൊച്ചി. ഡൽഹിയിൽ സൂര്യാഘാതമേറ്റ് മരിച്ച മലയാളി പോലീസ് ഓഫീസർ K. ബിനീഷിന്റെ മൃതദേഹം അല്പസമയത്തിനകം വടകര ചേറൂടുള്ള വീട്ടിലെത്തിക്കും. നാളെ രാവിലെ 9 മണിക്കാണ് സംസ്കാരം നടക്കുക. വിവരങ്ങളുമായി സമീർ C. മുഹമ്മദ് ചേരുന്നുണ്ട്. സമീർ, വിശദാംശങ്ങൾ എന്താണ്? സമീർ. രജിത്ത്, ഈ നാടൊന്നാകെ വലിയ സങ്കടത്തിലാണ്. പ്രിയപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അതുപോലെ തന്നെ ഈ മേഖലയിലുള്ള വിവിധ മേഖലയിൽ ഇടപെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തനം കൂടിയായിട്ടുള്ള വ്യക്തിയുടെ വിയോഗമാണ് ഉണ്ടായിട്ടുള്ളത്. ഡൽഹി പോലീസിലെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള ബിനീഷിൻ്റെ ആ വിയോഗം താങ്ങാനാവുന്നതിലും അപ്പുറത്താണ്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് മൃതദേഹം ഡൽഹിയിൽ നിന്നുള്ള വിമാനത്തിൽ എത്തിച്ചത്. ഇപ്പോൾ അവിടെ നിന്ന് വടകരയിലുള്ള ഈ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരികയാണ്. ഇപ്പോൾ സുഹൃത്തുക്കൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മാതാവ് നേരത്തെ മരിച്ചിരുന്നു. പിതാവും അതുപോലെ തന്നെ ഭാര്യ, മക്കൾ ഉൾപ്പെടെയുള്ളവർ നിരവധി പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. ബന്ധുക്കൾ നിരവധി പേർ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സുഹൃത്തുക്കളും ഈ ഒരു ദുഃഖം താങ്ങാനാവാത്ത ഒരു സാഹചര്യമാണുള്ളത്. വളരെയേറെ പ്രിയപ്പെട്ട വ്യക്തിയുടെ വിയോഗമാണ്. സമൂഹത്തിൻ്റെ വിവിധ മേഖലയിലുള്ള ഇടപെടൽ നടത്തുന്ന ഒരു പോലീസ് ഓഫീസറുടെ വിയോഗമാണ്. എങ്ങനെയാണ് ആ സുഹൃത്തിനെ ഓർക്കുന്നത്? സുഹൃത്തിനെ ഓർക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഈ പ്രദേശത്ത് എത്തിയാൽ പൊതുവായ എല്ലാ കാര്യങ്ങളിലും, കുടുംബകാര്യങ്ങളിലും ബന്ധുക്കളെ കാര്യങ്ങളിലായി തന്നെ പ്രദേശത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ പങ്കാളികളായിക്കൊണ്ട് ഇവിടെ അവൻ നഷ്ടപ്പെട്ടത് ഈ പ്രദേശത്തിൻ്റെ ഒരു തീരാ നഷ്ടമാണ് എന്നാണ് ഞങ്ങളുടെ പൊതുവായ അഭിപ്രായം. രജിത്ത്, ഇപ്പോൾ ഒരു മാസം മുമ്പാണ് ഒടുവിൽ ബിനീഷ് നാട്ടിൽ വന്ന് മടങ്ങിയത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിക്കൊണ്ട് എത്തിയതായിരുന്നു. അത്തരത്തിൽ ഒരു വളരെ അടുത്ത ദിവസം കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ വിയോഗമാണ് ഉണ്ടായിട്ടുള്ളത്. ബിനീഷ് ഈ നാട്ടുകാർക്കെല്ലാം വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. 10-25 വർഷത്തിലധികമായിട്ട് സർവീസിലുള്ള ആളാണ്. അവിചാരിതമായിട്ടുള്ള മരണമാണ്. നല്ല ആരോഗ്യവാനായിരുന്നു ബിനീഷ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിച്ചെന്നുള്ളൊരു ആശങ്കയിലാണ് നാട്ടുകാരുള്ളത്. ഒരു കുടുംബം അനാഥമായൊരു സ്ഥിതിയാണുള്ളത്. എന്തായാലും ആ കുടുംബത്തിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഒന്നാകെ നമ്മുടെ സമൂഹത്തിനുണ്ട്, ബന്ധപ്പെട്ട അധികൃതർക്ക് ഒക്കെ ഉണ്ട്. ആ രൂപത്തിലുള്ള ഒരു കാര്യമേ ഇനി അങ്ങോട്ട് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ളൂ. ആ രൂപത്തിലുള്ളൊരു ആശങ്കയും ചിന്തയൊക്കെയാണ് ഈ കുടുംബത്തിനും നാട്ടുകാർക്കും മൊത്തത്തിലുള്ളത്. വലിയ നഷ്ടമാണ്. രജിത്ത്, ഒരു തീരാ നഷ്ടം തന്നെയാണ് ഈ നാടിനൊന്നാകെ ഉണ്ടായിട്ടുള്ളത്. കുടുംബത്തിന് മാത്രമല്ല, ഈ നാടിനൊന്നാകെ ഉണ്ടായ ഒരു നഷ്ടമാണ്. എല്ലാ തലങ്ങളിലും ഇടപെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ഈ നാടൊന്നാകെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. എന്തായാലും അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഈ ചേറോടുള്ള വീട്ടിലേക്ക് എത്തിക്കും. ഇവിടെ പൊതുദർശനം ഉണ്ടാവും. നാളെ രാവിലെ 6 മണി മുതലാണ് പൊതുദർശനം. പിന്നീട് രാവിലെ 9 മണിക്ക് തന്നെ വീട്ടുവളപ്പിൽ തന്നെയായിരിക്കും സംസ്കാര ചടങ്ങ്. ശരി, ഡൽഹിയിൽ സൂര്യാഘാതമേറ്റ് മരിച്ച മലയാളി പോലീസ് ഓഫീസർ K. ബിനീഷിന്റെ മൃതദേഹം അല്പസമയത്തിനകം വടകരയിലെ വീട്ടിൽ എത്തിക്കും. സമീർ C. മുഹമ്മദ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ജനവിധി അറിയാൻ 6 നാൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice.
അവസാനഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഒരു ദിവസം മാത്രം ബാക്കി. അവസാന മണിക്കൂറുകളിലും ദേശീയ നേതാക്കൾ ഉൾപ്പെടെ പ്രചാരണത്തിൽ സജീവമാണ്. ഇന്ത്യ മുന്നണി രാജ്യത്ത് വർഗീയ ചേരിതിരിവുണ്ടാക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി. മോദി അവകാശപ്പെടുന്ന നല്ല കാലം അദാനി ഉൾപ്പെടുന്ന കോർപ്പറേറ്റുകൾക്ക് മാത്രമാണെന്ന് രാഹുൽ ഗാന്ധി തിരിച്ചടിച്ചു. പഞ്ചാബിൽ ശക്തമായ ആക്ഷേപങ്ങളായിരുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്കെതിരെ ഉന്നയിച്ചത്. കേന്ദ്രത്തിലെ മോദി സർക്കാർ 10 വർഷവും രാജ്യത്തെ കർഷകരെ കുത്തകളുടെ അടിമയാക്കാനാണ് ശ്രമിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് മാറുക എന്നതാണ് നല്ല കാലം വരാൻ രാജ്യത്തിന് അത്യാവശ്യം. हजारों लोगों से मेरी बात हुई, किसानों से, मजदूरों से, छोटे व्यापारियों से, बेरोजगार युवाओं से. हमारा जो मैनिफेस्टो बना है वो कांग्रेस पार्टी का मैनिफेस्टो नहीं है. वो हिंदुस्तान के किसानों की आवाज है, मजदूरों की आवाज है, बेरोजगार युवाओं की आवाज है. ലവ് ജിഹാദ് ആരോപണമടക്കമുള്ളവ ഉയർത്തിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നത്തെ റാലികൾ. ലവ് ജിഹാദ് യാഥാർത്ഥ്യമാണെന്ന് സൂചിപ്പിച്ച പ്രധാനമന്ത്രി തന്റെ ഒരു സുഹൃത്ത് വ്യക്തമായ ധാരണ ഇക്കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് തനിക്ക് നൽകിയതായി അവകാശപ്പെട്ടു. കോൺഗ്രസും മറ്റ് ഇന്ത്യ മുന്നണി ഘടകകക്ഷികളും രാജ്യത്ത് അപകടകരമായ വേർതിരിവ് സൃഷ്ടിക്കുകയാണ്. अगले 6 महीने में देश में बहुत बड़ा राजनीतिक भूचाल आने वाला. ये परिवारवादी पार्टियां अपने आप बिखर जाएगी. इनके कार्यकर्ता भी अब थक चुके हैं. वो भी देख रहे हैं कि देश किधर जा रहा है और ये पार्टियां किधर जा रही है. നാളെയാണ് 7ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം കൊട്ടിക്കലാശിക്കുക. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ശേഷിച്ച ഘട്ടത്തിൽ ജൂൺ 1 രാജ്യം ബൂത്തിലെത്തും. നാളെ അവസാനിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം. ആവനാഴിയിലെ ശേഷിച്ച അസ്ത്രങ്ങളെല്ലാം ശത്രുപാളയത്തിലേക്ക് നിറയൊഴിച്ച് വിജയം പഴുതുകളില്ലാതെ ഉറപ്പാക്കുകയാണ് ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ ലക്ഷ്യം. നാളത്തെ കൊട്ടിക്കലാശത്തിൽ ആദ്യാവസാനം സജീവമായി പങ്കെടുക്കണമെന്ന് എല്ലാ നേതാക്കൾക്കും ഈ പാർട്ടികൾ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ, 24. ഇടക്കാല ജാമ്യം നീട്ടണമെന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളി. ഇടക്കാല ജാമ്യത്തിന് ഇനി വിചാരണ കോടതിയെ സമീപിക്കാൻ നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ജാമ്യത്തിന് വിചാരണ കോടതിയെ സമീപിക്കാൻ നിർദ്ദേശമുള്ള സാഹചര്യത്തിൽ ഹർജി പരിഗണിക്കാനാകില്ല എന്ന് രജിസ്ട്രി വ്യക്തമാക്കി. ജൂൺ 2 തന്നെ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ ഹാജരാകണം. പ്രത്യേക സാഹചര്യത്തിൽ അനുവദിച്ച ഇടക്കാല ജാമ്യം മറ്റേതെങ്കിലും കാരണങ്ങളാൽ കൊണ്ട് നീട്ടാൻ സാധിക്കില്ല എന്നും രജിസ്ട്രി അറിയിച്ചു. രാജ്യസഭാ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം പരിഹരിക്കാൻ ഉഭയകക്ഷി ചർച്ച നടത്താൻ CPIM. സീറ്റ് ആവശ്യപ്പെട്ട പാർട്ടികളുമായി ഉടൻ തന്നെ വെവ്വേറെ ചർച്ച നടത്തും. CPIക്ക് പുറമെ കേരള കോൺഗ്രസ് എം, RJD, NCP എന്നീ പാർട്ടികളും സീറ്റ് ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഉഭയകക്ഷി ചർച്ച. രാജ്യസഭാ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം പരസ്യമായതോടെയാണ് ഉഭയകക്ഷി ചർച്ച നടത്താൻ CPIM തീരുമാനിച്ചത്. അടുത്ത ദിവസം തന്നെ ചർച്ച തുടങ്ങും. പാർട്ടികളെ അനുനയിപ്പിച്ച് ഈ ആഴ്ച തന്നെ ധാരണയിലെത്താനാണ് CPIM നീക്കം. സംസ്ഥാനത്ത് 3 രാജ്യസഭാ സീറ്റുകളാണ് ഒഴിവുവരുന്നത്. 3ഉം ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളുടേത്. എളമരം കരീം, ബിനോയ് വിശ്വം, ജോസ് കെ മാണി എന്നിവരുടെ കാലാവധിയാണ് പൂർത്തിയാകുന്നത്. നിയമസഭയിലെ അംഗബലമനുസരിച്ച് 2 സീറ്റുകളിൽ LDFനും 1 സീറ്റിൽ UDFനും ജയിക്കാൻ കഴിയും. ഇതിൽ 1 സീറ്റ് CPIമിനാണ്. ബാക്കിയുള്ള 1 സീറ്റിനെ ചൊല്ലിയാണ് ഇടതുമുന്നണിയിൽ തർക്കം. സീറ്റ് തങ്ങളുടേതാണെന്ന് വളരെ മുമ്പ് തന്നെ CPI വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ജോസ് കെ മാണിക്ക് വേണ്ടി സീറ്റ് വേണമെന്നാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ആവശ്യം. ഇതോടെ CPIയും നിലപാട് കടുപ്പിച്ചു. രാജ്യസഭാംഗത്വവുമായാണ് കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിയുടെ ഭാഗമായത്. പിന്നീട് ഇത് രാജിവെച്ചെങ്കിലും 2021 നവംബറിൽ ഇടതുമുന്നണിയുടെ ഭാഗമായി വീണ്ടും രാജ്യസഭയിലെത്തി. ഈ സാഹചര്യത്തിൽ സീറ്റ് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നാണ് കേരള കോൺഗ്രസിന്റെ വാദം. ഇതോടൊപ്പമാണ് RJDയും NCPയും സീറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. UDFിലും രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാണ്. സീറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മുന്നണിയെ അറിയിച്ചിട്ടുണ്ടെന്നാണ് ലീഗ് നേതാവ് PMA സലാമിന്റെ പ്രതികരണം. അല്ല, തങ്ങൾ പറഞ്ഞതിൽ എല്ലാം ഉണ്ട്, അത്രയേ ഉള്ളൂ. അതിൽ ഞങ്ങൾ ഔദ്യോഗികമായ ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല. അത് കടക്കും യഥാസമയം, തക്ക സമയത്ത് യുക്തമായ തീരുമാനം എടുക്കുന്ന പാർട്ടിയാണ് ലീഗ്. അതുകൊണ്ട് തന്നെ അതുണ്ടാവും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിന് നൽകാൻ UDF ധാരണയിലെത്തിയിരുന്നു. 24 തിരുവനന്തപുരം. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾക്കെതിരെ KPCC നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട്. KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെ വിവാഹത്തിൽ പങ്കെടുത്തത് മാപ്പർഹിക്കാത്ത കുറ്റമാണ് എന്നാണ് വിമർശനം. റിപ്പോർട്ട് ഉടൻ KPCC അധ്യക്ഷൻ K സുധാകരന് കൈമാറും. കേസിലെ 13ാം പ്രതി ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹത്തിൽ ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തതാണ് പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറിക്ക് വഴിവെച്ചത്. സംഭവത്തിൽ നടപടി നേരിട്ടതോടെ KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ളവരും
കൂടെയുണ്ടായിരുന്നെന്ന് പെരിയ മണ്ഡലം പ്രസിഡന്റായിരുന്ന പ്രമോദ് പെരിയ തുറന്നടിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP വിമർശനമുന്നയിച്ചതോടെ ഇത് പരസ്യപ്പോരിലേക്ക് വഴിമാറി. ഇതോടെയാണ് KPCC അധ്യക്ഷൻ K. സുധാകരൻ 2 അംഗ കമ്മീഷനെ നിയോഗിച്ചത്. KPCC സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ്, രാഷ്ട്രീയകാര്യ സമിതി അംഗം N. സുബ്രഹ്മണ്യൻ എന്നിവരാണ് വിഷയം പരിശോധിച്ചത്. വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കളുടെ നടപടി മാപ്പർഹിക്കാത്ത കുറ്റമെന്നാണ് അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ. ആരോപണം ഗൗരവതരമായ ആരോപണമാണ്. ഇതൊരിക്കലും കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടായിക്കൂടാ. അത് മാതൃകാപരമായ അത്തരത്തിലുള്ള നടപടികൾ, ശുപാർശ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ റിപ്പോർട്ടിലുണ്ടാവും. കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത് ലാലിന്റെയും മാതാപിതാക്കളുമായി കമ്മീഷൻ അംഗങ്ങൾ സംസാരിക്കും. ഉടൻ റിപ്പോർട്ട് നൽകാനാണ് അന്വേഷണ കമ്മീഷന്റെ നീക്കം. 24 കാസർഗോഡ്. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും നീതി തേടി മാധ്യമപ്രവർത്തകർ. അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ കള്ളക്കേസിൽ കുടുക്കിയതിൽ ആദിവാസി ഊരുകളിൽ പ്രതിഷേധം വ്യാപിക്കുന്നു. ഉൾവനത്തിൽ കാൽനടയായി മാത്രം എത്താവുന്ന വീരാൻകുടി ഊരിലെ മുഴുവൻ ജനങ്ങളും റൂബിൻ ലാലിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തി. പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നീതി ലഭിക്കാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് റൂബിന്റെ മാതാവ് ആവശ്യപ്പെട്ടു. കള്ളപ്പരാതി നൽകിയ വനംവകുപ്പ് ബീറ്റ് ഓഫീസർ ജാക്സൺ ഫ്രാൻസിസിനെയും ലോക്കപ്പിൽ മർദ്ദിച്ച അതിരപ്പള്ളി CI ആൻഡ്രിക് ഗ്രോമിക്കിനെയും സംരക്ഷിക്കാൻ ഉന്നതതല ഇടപെടൽ തുടരുന്ന സാഹചര്യത്തിലാണ് റൂബിന്റെ മാതാവ് രജനി മണിലാൽ മുഖ്യമന്ത്രിയോട് നീതി തേടിയത്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത ശേഷം അന്വേഷണം നടത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. കേസിൽ നിർണായക തെളിവായിരുന്ന റൂബിൻ ലാലിന്റെ മൊബൈൽ ഫോൺ അടക്കം തകർത്ത CI അതിരപ്പള്ളിയിൽ തുടർന്നാൽ മറ്റ് തെളിവുകളും നശിപ്പിക്കുമെന്നാണ് ആശങ്ക. അച്ചടക്ക നടപടിയെന്ന വ്യാജേന ജാക്സൺ ഫ്രാൻസിസിന് വീടിനടുത്തേക്ക് സ്ഥലം മാറ്റിയത് പുനഃപരിശോധിക്കണമെന്നും മാതാവ്. ഞങ്ങളൊരു പാർട്ടി കുടുംബമാണ്. പാർട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്ത് എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. എനിക്ക് 2 മക്കളാണുള്ളത്. അതിൽ ഒരുത്തനെ പോലീസ് കൊണ്ടുപോയിട്ട് 3 ദിവസമായി. എൻ്റെ മോനെ വിട്ട് കിട്ടണം. ഒരു കുറ്റവും ചെയ്യാണ്ട് നിരപരാധിയായിട്ട് വാർത്ത പിടിക്കാൻ പോയ എൻ്റെ മോനെയാണ് ഈ ആക്രമണം ചെയ്തിട്ടേക്കണം. നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം എടുക്കും പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ. റൂബിനെ കള്ളക്കേസിൽ കുടുക്കിയ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ സസ്പെൻഡ് ചെയ്യണം. റൂബിനെ കള്ളക്കേസിൽ കുടുക്കിയതിൽ ആദിവാസി മേഖലകളിൽ പ്രതിഷേധം ശക്തമാണ്. മലക്കപ്പാറയിൽ നിന്ന് 5 കിലോമീറ്റർ ഉൾവനത്തിൽ കാൽനടയായി മാത്രമെത്താൻ കഴിയുന്ന വീരൻകുടി ഊരിൽ ആദിവാസികൾ പ്രതിഷേധിച്ചു. എല്ലാവരും ഇപ്പൊ പോകാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുക. എവിടെ സമരത്തിന് വിളിച്ചാലും ഞങ്ങൾ പോകും. ഈ രൂപിക്കാൻ വേണ്ടി, ഞങ്ങൾ മരിക്കാൻ വേണ്ടി ഒരുങ്ങും എല്ലാവരും. അത്രയും ബുദ്ധിമുട്ടിലാണ് ഞങ്ങളിപ്പോ രൂപിനെ പിടിച്ചു കാരണം കൊണ്ട് ഇരിക്കുന്നത്. അതുപോലെ തന്നെ കള്ളക്കേസിന് ഭയങ്കര ഇതാക്കി പ്രശ്നമാക്കി ഞങ്ങൾക്ക് ആ പാറപ്പുറത്ത് ഇരുന്നപ്പോ അതിൽ പോലെ ഇരിക്കാൻ സമ്മതിക്കാതെ ഞങ്ങളിപ്പോ റൂബി എല്ലാ സഹായം ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് കാരണം കൊണ്ട് എല്ലാത്തിലും കള്ളക്കേസ് മാത്രമേ ഉള്ളൂ. ഈ പോലീസുകാർക്ക് പണി എവിടെ കിട്ടുമെന്ന് അവർ വിചാരിച്ച് നടക്കുന്നതായി. പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വൻ സന്നാഹത്തെ ഉപയോഗിച്ച് മാർച്ച് പോലീസ് തടഞ്ഞു. കള്ളന്മാർക്കും കൊള്ളക്കാർക്കും കുടപിടിക്കും ഫോറസ്റ്റ്, സൂക്ഷിച്ചോ. റൂബിനെ അടിവസ്ത്രത്തിൽ നിർത്തി ലോക്കപ്പിൽ മർദ്ദിച്ചതിൽ DIG അജിത ബീഗം അന്വേഷണം ആരംഭിച്ചു. DYSP അശോക് SP നവനീത് ശർമ്മയ്ക്ക് സമർപ്പിച്ച റിപ്പോർട്ട് IG തള്ളിയിരുന്നു. 24 തൃശൂർ. ആലത്തൂരിൽ അഭിഭാഷകനെ SI അപമാനിച്ച സംഭവത്തിൽ വീണ്ടും വിമർശനവുമായി ഹൈക്കോടതി. ക്രമസമാധാനം നിലനിർത്താൻ അശ്ലീല പദപ്രയോഗം ആവശ്യമില്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. പോലീസിന്റെ അശ്ലീല പദപ്രയോഗം തീവ്ര സ്വഭാവമുള്ളതെന്നും കോടതി വിമർശിച്ചു. പോലീസ് സ്റ്റേഷൻ ടെറർ സ്ഥലമാക്കി വെക്കേണ്ട കാര്യമില്ല. രാജ്യത്തെ മികച്ച സേനയെ പറയിപ്പിക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ മതി. സർക്കാർ അഭിഭാഷകൻ ഇക്കാര്യം DGP അറിയിക്കണം. SI VR റനീഷിനെതിരെ എന്ത് നടപടിയെടുത്തുവെന്ന് ചോദിച്ച ഹൈക്കോടതി നടപടിയെടുത്തതിന്റെ മുഴുവൻ രേഖകളും ഹാജരാക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകി. മൂന്നാറിലെ ഭൂമി കയ്യേറ്റത്തിൽ വീണ്ടും സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് ഹൈക്കോടതി. വ്യാജ പട്ടയ കേസിൽ ദേവികുളം മുൻ അഡീഷണൽ തഹസിൽദാർ രവീന്ദ്രനെതിരെ എന്ത് നടപടിയെടുത്തുവെന്ന് ഹൈക്കോടതി ചോദിച്ചു. കേസിൽ CBIയെ സ്വമേധയാ കക്ഷി ചേർക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. മൂന്നാറുമായി ബന്ധപ്പെട്ട വ്യാജ പട്ടയ കേസിൽ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി നടത്തിയത്. 42 ഭൂമി കേസുകളിൽ സർക്കാർ കോടതിയിൽ തോറ്റു. എന്നിട്ടും എന്തുകൊണ്ട് അപ്പീൽ ഫയൽ ചെയ്തില്ലെന്ന് കോടതി ചോദിച്ചു. വ്യാജ പട്ടയ കേസിൽ ഗൂഢാലോചനാ കുറ്റം മാത്രം ചുമത്തിയത് തൃപ്തികരമല്ലെന്നും വൻ അഴിമതിയാണ് നടന്നതെന്നും കോടതി നിരീക്ഷിച്ചു. രവീന്ദ്രന് മാത്രമായി വ്യാജ പട്ടയം ഉണ്ടാക്കാനാകില്ല. പിന്നിൽ വേറെയും ചില ആളുകളുണ്ടാകും. കേസിൽ CBIയെ സ്വമേധയാ കക്ഷി ചേർക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. അതേസമയം ഉദ്യോഗസ്ഥരെ ഒഴിവാക്കാൻ കഴിയില്ലെന്ന് നിരീക്ഷിച്ച കോടതി അവർക്കും കേസിൽ ഉത്തരവാദിത്തമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി.
42 കേസുകളിലും കൃത്യമായ അന്വേഷണം ഉണ്ടായില്ല. ഒരു കേസിൽ തഹസിൽദാർ തന്നെ പ്രതികൾക്ക് അനുകൂലമായെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. പ്രതികളെ വെറുതെ വിട്ട കേസുകളുടെ എണ്ണവും നിലവിലുള്ള കേസുകളുടെ സ്ഥിതിയും അറിയിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി. ഇതിനിടെ വ്യാജ പട്ടയം വിതരണം ചെയ്തതിൽ MI രവീന്ദ്രനെതിരെ ക്രിമിനൽ കേസ് എടുത്തിട്ടില്ലെന്ന് സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. കേസ് മറ്റന്നാൾ വീണ്ടും പരിഗണിക്കും. 24 കൊച്ചി. നോക്കാം മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. എറണാകുളം കുണ്ടന്നൂർ കായലിലെ മത്സ്യക്കുരുതിയിൽ പോലീസ് കേസെടുത്തു. നഗരസഭാ ചെയർമാൻ ആന്റണി ആശാമ്പറമ്പിൽ നൽകിയ പരാതിയിലാണ് നടപടി. KSRTCയിൽ യാത്രാക്കൂലിയിലെ ഇളവിന് വിദ്യാർത്ഥികൾക്കിനി ഓൺലൈനായി അപേക്ഷിക്കാം. ഇതിനായി പ്രത്യേക വെബ്സൈറ്റ് സജ്ജമാക്കി. കോഴിക്കോട് തൊട്ടിൽപ്പാലത്ത് മാവോയിസ്റ്റ് സാന്നിധ്യമെന്ന് സംശയം. പ്രദേശത്തെ സർക്കാർ ഓഫീസിലെ CCTVയിൽ ആയുധധാരിയായ യുവാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞു. മേഖലയിൽ പോലീസിന്റെ പരിശോധന തുടങ്ങി. ലൈംഗികാതിക്രമ കേസിൽ പ്രതിയായ JDS നേതാവ് പ്രജ്വൽ രേവണ്ണ ബംഗളൂരുവിലേക്ക് തിരിച്ചെത്താൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. പ്രജ്വലിനെ വിമാനത്താവളത്തിൽ വെച്ച് കസ്റ്റഡിയിലെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. പ്രജ്വൽ രേവണ്ണയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പിന്നീട് പരിഗണിക്കും. തമിഴ്നാട് നീലഗിരിയിൽ കിണറ്റിൽ വീണ കുട്ടിയാനയെ രക്ഷപ്പെടുത്തി. ആനക്കൂട്ടത്തോടൊപ്പം എത്തിയ കുട്ടിയാന 30 അടി താഴ്ചയുള്ള കിണറിലേക്കാണ് വീണത്. 5 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് കുട്ടിയാനയെ പുറത്തെത്തിച്ചത്. വാർത്തകളിലേക്ക് വീണ്ടും. പുതിയ ബാർക്കോഴ വിവാദത്തിൽ കേസെടുത്ത അന്വേഷണം വേണ്ട എന്ന നിലപാടിൽ ക്രൈംബ്രാഞ്ച്. കോഴ ആരോപണം അനിമോനും ഇടുക്കിയിലെ മറ്റ് ബാർ ഉടമകളും നിഷേധിച്ചതോടെ കേസെടുക്കാൻ തെളിവില്ല എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ നിഗമനം. അതേസമയം ശബ്ദരേഖ തയ്യാറാക്കിയതിലും പ്രചരിപ്പിച്ചതിലും ഗൂഢാലോചനയുണ്ടോ എന്ന് കണ്ടെത്താൻ അന്വേഷണം തുടരും. മദ്യനയം അനുകൂലമാക്കാൻ പണപ്പിരിവിന് നിർദ്ദേശിച്ചുള്ള ഇടുക്കിയിലെ ബാർ ഉടമ അനിമോന്റെ ശബ്ദ സന്ദേശം പുറത്തുവന്നതോടെ പ്രതിരോധത്തിലായത് സർക്കാരാണ്. എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുമ്പോൾ സർക്കാരിന് ആശ്വാസ വഴി തെളിയുന്നു. ശബ്ദരേഖയിൽ പറയുന്നത് സർക്കാരിനുള്ള കോഴപ്പണമല്ലെന്നും കെട്ടിട നിർമ്മാണ ഫണ്ടാണെന്നും അനിമോൻ പറഞ്ഞു. സർക്കാരിന് നൽകാനുള്ള കോഴയെന്ന പേരിൽ പണം ആരെങ്കിലും ആവശ്യപ്പെടുകയോ കൊടുക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഇടുക്കിയിലെ മറ്റ് ബാർ ഉടമകളും മൊഴി നൽകി. അതേസമയം കെട്ടിട നിർമ്മാണത്തിനുള്ള ഫണ്ട് നൽകിയതായും ബാർ ഉടമകളുടെ മൊഴിയുണ്ട്. ഇതോടെ സർക്കാരിനുള്ള കോഴയെന്ന ആരോപണം നിലനിൽക്കില്ലെന്നും സർക്കാരിലേക്കോ മന്ത്രിമാരിലേക്കോ നീളുന്ന തരത്തിൽ കേസെടുത്തുള്ള അന്വേഷണത്തിന് സാധ്യതയില്ലെന്നുമാണ് ക്രൈംബ്രാഞ്ചിന്റെ നിഗമനം. അതേസമയം മറ്റു ചില കാര്യങ്ങളിൽ അന്വേഷണം തുടരും. 1. കെട്ടിട നിർമ്മാണ ഫണ്ടിന് പകരം കോഴയെന്ന തരത്തിൽ അനിമോൻ ശബ്ദ സന്ദേശം തയ്യാറാക്കിയതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? 2. വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് അത് പുറത്തുവിട്ട് പ്രചരിപ്പിച്ചതാര്? ഇക്കാര്യങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയെന്ന് തെളിഞ്ഞാൽ അവരിലേക്ക് അന്വേഷണം നീളുകയും കേസെടുക്കുകയും ചെയ്യും. ഇത് കണ്ടെത്താൻ അനിമോന്റെ ഫോൺ വിവരങ്ങൾ പരിശോധിക്കാനാണ് ക്രൈംബ്രാഞ്ച് നീക്കം. 24 തിരുവനന്തപുരം. +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ബഹുജന പ്രക്ഷോഭം. 6 ജില്ലകളിലാണ് കളക്ടറേറ്റുകൾക്ക് മുന്നിൽ സമരം നടത്തിയത്. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പ്രതിസന്ധി അറിയിക്കുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സീറ്റ് അനുവദിക്കുന്നതിൽ LDF സർക്കാരിന് പിശുക്കെന്ന് PK കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി. സീറ്റ് പ്രതിസന്ധി രൂക്ഷമായ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിലാണ് കളക്ടറേറ്റുകൾക്ക് മുൻപിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് പ്രകടനമായി എത്തിയ പ്രവർത്തകർ മലപ്പുറം കളക്ടറേറ്റ് മുന്നിലെ ബാരിക്കേഡ് മറച്ചിടാൻ ശ്രമിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമായി. ഇടത് സർക്കാർ കാലങ്ങളായി സീറ്റ് അനുവദിക്കാറില്ലെന്നും സീറ്റ് നൽകുന്നതിൽ LDF സർക്കാരിന് പിശുക്കാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു. അപ്പൊ ഗവൺമെന്റ് ചെയ്യുന്ന എന്താന്ന് വിചാരിച്ചാല് സീറ്റുണ്ട് എന്നും പറഞ്ഞ് എയ്ഡഡ്, അൺഎയ്ഡഡ്, അതുപോലെ തന്നെ മറ്റുള്ളത് ഡിപ്ലോമ, അതുപോലെ പല സ്ഥാപനത്തിന് സെറ്റ് ഒട്ടാകെ കൊടുക്കേണ്ട, നിർബന്ധമായി കൊടുക്കേണ്ട, മെറിറ്റ് കൊടുക്കേണ്ട എല്ലാം കൂടി ഒരു കണക്കെടുത്തിട്ട് പബ്ലിഷ് ചെയ്ത് ആളെ ഫൂളാക്കണ പരിപാടിയാണ്. കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച മാർച്ച് ET മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. +2 എന്ന മിനിമം വിദ്യാഭ്യാസം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് KM ഷാജി ആവശ്യപ്പെട്ടു. +1 അപേക്ഷാ സമർപ്പണം പൂർത്തിയായപ്പോൾ ഇത്തവണ അപേക്ഷകരുടെ എണ്ണം 4,65,960 ആണ്. മലബാറിൽ മാത്രം 2,46,057 അപേക്ഷകരാണുള്ളത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അപേക്ഷകർ മലപ്പുറത്താണ്. 24 മലപ്പുറം. തൃശൂർ പേരാമംഗലത്ത് ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ യുവതി പ്രസവിച്ചു. മലപ്പുറം തിരുനാവായ സ്വദേശിനി 27 വയസ്സുള്ള യുവതിയാണ് പ്രസവിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സംഭവം.
തൃശൂരിൽ നിന്നും തൊട്ടിപ്പാലം വരെ പോകുന്ന KSRTC ബസ്സിലാണ് യുവതിയും ഭർത്താവും സഞ്ചരിച്ചിരുന്നത്. ബസ് പേരാമംഗലം പിന്നിട്ടതോടെ യുവതിക്ക് കടുത്ത പ്രസവവേദന വരികയായിരുന്നു. ഇതോടെ ബസ് തിരിച്ച് അമല ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിന് മുന്നിലേക്ക് എത്തിക്കുകയായിരുന്നു. ഈ സമയത്തിനുള്ളിൽ തന്നെ പ്രസവത്തിന്റെ പകുതിഘട്ടത്തിലേക്ക് എത്തിയിരുന്നു. ഉടൻ ആശുപത്രിയിലെ ഡോക്ടേഴ്സും നഴ്സസും ചേർന്ന് യാത്രക്കാരെ പുറത്തിറക്കിയ ശേഷം ബസ്സിനുള്ളിൽ വെച്ച് തന്നെ കുഞ്ഞിനെ സുരക്ഷിതമായി പുറത്തെടുക്കുകയായിരുന്നു. ഉടൻ അമ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിലേക്ക് മാറ്റി. അമ്മയ്ക്കും പെൺകുഞ്ഞിനും ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ബസ് ജീവനക്കാരുടെയും അമല ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരുടെയും സമയോചിത ഇടപെടലാണ് ബസ്സിലാണെങ്കിലും യുവതിക്ക് സുഖപ്രസവത്തിന് വഴിയൊരുക്കിയത്. 24 തൃശൂർ. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും സാഹസിക രക്ഷാപ്രവർത്തകൻ കരീം ഷമീർ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വയം വാഹനം ഓടിച്ച് ആശുപത്രിയിൽ എത്തിയെങ്കിലും മരിച്ചു. ഉയരമുള്ള മരത്തിലും വെള്ളക്കെട്ടുകളിലും പെട്ട നിരവധി പേർക്ക് ഷമീർ രക്ഷകനായിട്ടുണ്ട്. കുറുമ്പാച്ചി മലയിൽ അകപ്പെട്ട ബാബുവിനെ രക്ഷിക്കാനും ഷമീർ മുന്നിലുണ്ടായിരുന്നു. അനധികൃതമായ അവധിയെടുത്ത് ജോലിക്കെത്താത്ത ഡോക്ടേഴ്സിനെതിരെ കർശന നടപടിക്ക് ആരോഗ്യവകുപ്പ്. ജൂൺ 6-നകം ജോലിയിൽ പ്രവേശിച്ചില്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാനാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവ്. അനധികൃതമായി അവധിയെടുത്ത് ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന മുഴുവൻ ആരോഗ്യ പ്രവർത്തകരുടെയും വിവരങ്ങൾ നൽകാനും നിർദ്ദേശമുണ്ട്. ആരോഗ്യവകുപ്പിൽ അനധികൃതമായി അവധിയെടുത്ത് മാറി നിൽക്കുന്ന ഡോക്ടർമാർക്കും മറ്റു ആരോഗ്യ പ്രവർത്തകർക്കുമെതിരെയാണ് കർശന നടപടി വരുന്നത്. അവധിയെടുത്തവർ ജൂൺ 6 വൈകിട്ട് 5 മണിക്ക് മുമ്പ് ജോലിയിൽ പുനഃപ്രവേശിക്കണമെന്ന ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അന്ത്യശാസനം നൽകി. സന്നദ്ധത അറിയിച്ച് തിരികെ എത്തുന്നവർക്ക് ബോണ്ട് വ്യവസ്ഥ ബാധകമായിരിക്കുമെന്ന് സെക്രട്ടറി ഉത്തരവിൽ അറിയിച്ചു. അച്ചടക്ക നടപടികൾ തീർപ്പാക്കി വകുപ്പ് മേധാവികൾ നിയമനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഉത്തരവിലുണ്ട്. സമയപരിധിക്കുള്ളിൽ ജോലിയിൽ പ്രവേശിച്ചില്ലെങ്കിൽ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. അനധികൃതമായി അവധിയെടുത്ത് വിട്ടുനിൽക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ വിവരങ്ങൾ അടിയന്തരമായി നൽകാനും ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവിട്ടു. പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ സേവനം അനിവാര്യമെന്ന് കണ്ടാണ് കർശന നടപടി. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. അതിരപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ ഭീതി പരത്തി കാട്ടുപോത്തിറങ്ങി. കോടശ്ശേരിയിലാണ് 4 ദിവസമായി കാട്ടുപോത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. പോത്ത് അക്രമാസക്തനായിട്ടും വനംവകുപ്പ് ഇടപെടുന്നില്ല എന്നാണ് പ്രദേശവാസികളുടെ പരാതി. ശരീരത്തിൽ മുറിവുകളോടെ ജനവാസ മേഖലയിൽ പരിഭ്രാന്തി പരത്തുകയാണ് കാട്ടുപോത്ത്. പുലിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റതിന് സമാനമായ മുറിവുകളാണ് ശരീരത്തിലുള്ളത്. എപ്പോൾ വേണമെങ്കിലും അക്രമാസക്തനാകാവുന്ന നിലയിലുള്ള പോത്ത് ജനവാസ മേഖലയിൽ എത്തിയതോടെ വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് അതിരപ്പള്ളി 2 കൈ സ്വദേശികൾ. 4 ദിവസം മുൻപാണ് പ്രദേശത്ത് കാട്ടുപോത്ത് ഇറങ്ങുന്നത്. തുടർന്ന് വനംവകുപ്പിന് വിവരമറിയിച്ചെങ്കിലും ഇടയ്ക്ക് വന്നുപോയതല്ലാതെ കാര്യമായ നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. പിന്നെ ഒന്നില്ലെങ്കിൽ ഇവിടുന്ന് മൈക്കോടി വെച്ച് കയറ്റിക്കൊണ്ടുപോയി എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ഇവിടെ ജനവാസ മേഖലയിൽ ഇപ്പൊ പ്രായമുള്ള ആൾക്കാരും കുട്ടികളൊക്കെ ഉള്ള വീടിനോട് തൊട്ട് ചേർന്നുള്ള സ്ഥലത്താണ് ഇത് വന്ന് നിൽക്കുന്നത്. ഇവിടുന്ന് മാറ്റാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അല്ലാതെ ഇവർ വന്ന് ഫോറസ്റ്റുകാർ വന്ന് നോക്കിപ്പോയത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ലല്ലോ. കാടുകയറ്റിയാലും തിരിച്ചു വരുന്ന സാഹചര്യത്തിൽ മയക്കുവെടിവെച്ച കാട്ടുപോത്തിനെ പിടികൂടി ഉൾവനത്തിൽ വിടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എന്നാൽ കാട്ടുപോത്തിനെ കാടുകയറ്റാനുള്ള ശ്രമം തുടരുകയാണെന്ന് വനംവകുപ്പ് വിശദീകരിക്കുന്നു. 24 തൃശൂർ. ഈ റിപ്പോർട്ടോടുകൂടി പ്രൈം ടൈം ന്യൂസിന്റെ സമയം പൂർത്തിയാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് നൈറ്റ്.